ദക്ഷിണ പസഫിക് സമുദ്രത്തിൽ വളരെ അകലെയാണ് പോയിന്റ് നെമോ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം. ഔദ്യോഗികമായി പ്രവേശനക്ഷമതയുടെ സമുദ്രധ്രുവം എന്ന് വിളിക്കപ്പെടുന്ന ഇത് ഏറ്റവും അടുത്തുള്ള കരയിൽ നിന്ന് ഏത് ദിശയിലും ഏകദേശം 2688 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ദ്വീപുകളില്ല, തുറമുഖങ്ങളില്ല, നാഗരികതയുടെ അടയാളങ്ങളില്ല. വാസ്തവത്തിൽ പോയിന്റ് നെമോയോട് ഏറ്റവും അടുത്തുള്ള മനുഷ്യർ പലപ്പോഴും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ബഹിരാകാശയാത്രികരാണ്. അവർ ഗ്രഹത്തിന് ഏകദേശം 400 കിലോമീറ്റർ മുകളിലൂടെ കടന്നുപോകുന്നു. ഈ അങ്ങേയറ്റത്തെ ഒറ്റപ്പെടൽ പോയിന്റ് നെമോയെ ശാസ്ത്രീയ പ്രാധാന്യവും നിഗൂഢതയും ഉള്ള ഒരു സ്ഥലമാക്കി മാറ്റി. കപ്പൽ പാതകളിൽ നിന്നും ആളുകളിൽ നിന്നും ഇത് വളരെ അകലെയായതിനാൽ റഷ്യയുടെ മിർ പോലുള്ള പ്രവർത്തനരഹിതമായ ഉപഗ്രഹങ്ങളും ബഹിരാകാശ നിലയങ്ങളും മനഃപൂർവ്വം സമുദ്രത്തിൽ ഇടിച്ചുനിരത്തുന്ന ഒരു ബഹിരാകാശ പേടക ശ്മശാനമായി ഇത് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നിരുന്നാലും ശാസ്ത്രീയ ഉപയോഗം ഉണ്ടായിരുന്നിട്ടും ഈ പ്രദേശം ഭയാനകമായ ഒരു നിശ്ചലതയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പോഷകങ്ങളുടെ അഭാവം കാരണം മത്സ്യങ്ങളോ സമുദ്രജീവികളോ ഇല്ല. നാവികർ ഇതിനെ നിശബ്ദവും അനന്തവുമായ ശൂന്യത എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 1997 ദി ബ്ലൂപ്പ് എന്ന് വിളിപ്പേരുള്ള ഈ പ്രദേശത്ത് അവിശ്വസനീയമാംവിധം ഉച്ചത്തിലുള്ള ഒരു വെള്ളത്തിനടിയിലെ ശബ്ദം ഗവേഷകർ കണ്ടെത്തി. ആദ്യം ചിലർ അത് ഒരു ഭീമൻ അജ്ഞാത കടൽ ജീവിയിൽ നിന്നാകാമെന്ന് വിശ്വസിച്ചു. പിന്നീട് ശാസ്ത്രജ്ഞർ അത് മഞ്ഞുമലകളുടെ വിള്ളൽ മൂലമാണെന്ന് അഭിപ്രായപ്പെട്ടു. എന്നാൽ ഈ നിഗൂഢത മറഞ്ഞിരിക്കുന്ന രാക്ഷസന്മാരെയോ അന്യഗ്രഹ താവളങ്ങളെയോ രഹസ്യ പരീക്ഷണങ്ങളെയോ കുറിച്ചുള്ള വന്യമായ സിദ്ധാന്തങ്ങൾക്ക് ഇന്ധനം നൽകുന്നു. പുരാണത്തിലെ ക്തുൽഹുവിന്റെ വിശ്രമസ്ഥലമെന്ന് പറയപ്പെടുന്ന പുരാതന നഗരമായ ആർലിയെക്കുറിച്ചുള്ള H.P. ലവ്ക്രാഫ്റ്റിന്റെ കഥകൾ പോലുള്ള സയൻസ് ഫിക്ഷനിലും പോയിന്റ് നെമോ പ്രത്യക്ഷപ്പെടുന്നു. അതിന്റെ സാങ്കല്പിക കോർഡിനേറ്റുകൾ യഥാർത്ഥ പോയിന്റ് നെമോയോട് വളരെ അടുത്താണ്. ഒരു ശാസ്ത്രീയ ജിജ്ഞാസയായോ അജ്ഞാതത്തിലേക്കുള്ള കവാടമായോ നോക്കിയാലും പോയിന്റ് നെമോ നമ്മുടെ ഗ്രഹത്തിലെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളിൽ ഒന്നായി തുടരുന്നു. ഉപഗ്രഹങ്ങളുടെയും ജിപിഎസിന്റെയും യുഗത്തിൽ പോലും ഭൂമി ഇപ്പോഴും നമുക്ക് എത്തിച്ചേരാനാകാത്ത രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ.